ഇപ്പോൾ നമ്മൾ വാർത്തകളിൽ കണ്ട ഒരു കാര്യമാണ് ഇസ്കോൺ എന്ന് പറയുന്ന പ്രസ്ഥാനം ബംഗ്ലാദേശിൽ നിരോധന ഭീഷണി നേരിടുന്നു. അപ്പൊ എന്താണ് ഇസ്കോൺ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇസ്കോൺ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നുള്ളതിന്റെ ചുരുക്കപ്പേരാണ്. ഇസ്കോൺ വെസ്റ്റ് ബംഗാളിലാണ് അതിന്റെ ആസ്ഥാനം. പക്ഷെ ലോകമാകമാനം അമേരിക്കയിലും റഷ്യയിലും ഫ്രാൻസിലും ഓസ്ട്രേലിയയിലും അങ്ങനെ വികസിത രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലും ഉൾപ്പെടെ 500ഓളം ക്ഷേത്രങ്ങളുണ്ട്. അവരുടെ ലക്ഷ്യം കൃഷ്ണന്റെ സന്ദേശം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക, ഭഗവത്ഗീത ജനങ്ങളിലേക്ക് എത്തിക്കുക. നമ്മളുടെ തൊട്ടടുത്ത് ബാംഗ്ലൂരിൽ ഒരു വലിയ ഗ്രാൻഡ് ടെമ്പിൾ തന്നെ ഇസ്കോണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 500ഓളം ക്ഷേത്രങ്ങളാണ് അവർക്ക് ലോകം മുഴുവനുള്ളത്. ഇപ്പൊ ബംഗ്ലാദേശില് ചിന്മോയ് ദാസ് എന്ന് പറയുന്ന ഒരു സന്യാസിയുടെ അറസ്റ്റ് തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ ചിന്മോയ് ദാസിന് ഇസ്കോണുമായിട്ട് ഇപ്പൊ യാതൊരു ബന്ധവുമില്ല. ചിന്മോയ് ദാസ് മുമ്പ് ഇസ്കോണിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന് അച്ചടക്കമില്ലായ്മയുടെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കിയതാണ്. ഇസ്കോൺ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഒരു സമയത്ത് ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തനമുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇസ്കോൺ കൃഷ്ണന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ഓരോ രാജ്യങ്ങളിലും അവിടുത്തെ ഭരണഘടനയ്ക്ക് വിധേയമായി നിന്നുകൊണ്ട് അവിടെ ഈ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, സമൂഹ നന്മയ്ക്ക് വേണ്ടി ഓരോ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിനപ്പുറം അവർ ഏതെങ്കിലും മത തീവ്രവാദത്തിൽ എൻഗേജ് ചെയ്യുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്തുകൊണ്ടോ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ ശക്തമാവുന്നു. ഷെയ്ഖ് ഹസീന അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇസ്കോണിനെ നിരോധിക്കണം എന്നൊരു ആവശ്യം അവിടെ ഉയർന്ന്. പക്ഷേ അവിടുത്തെ സുപ്രീം കോടതി അത് തള്ളിക്കളഞ്ഞു.